ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന മൂവിയാണ്. 2022 ഇറങ്ങിയ ആദ്യത്തെ മൂവി കാണാത്തവർക്കും ഈ ഒരു മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ എന്തായാലും കാണാവുന്നതാണ്. അപ്പോൾ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2022 ഇറങ്ങിയ കാന്താര എന്ന മൂവിയിലെ നായകനായ ശിവയുടെ കുട്ടിക്കാലമാണ്. 1970 കോലം കെട്ടി ആടിക്കൊണ്ടിരുന്ന അവന്റെ അച്ഛനെ കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നതും അവിടെ വെച്ച് കാണാതാകുന്നതുമായിരുന്നു അവൻ കണ്ടത്. അതിനുശേഷം തന്റെ അച്ഛന് എന്ത് സംഭവിച്ചുവെന്ന് അവൻ അറിയില്ല. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അവനാകട്ടെ പലരോടും ചോദിക്കുന്നുണ്ട് തന്റെ അച്ഛന് എന്ത് സംഭവിച്ചുവെന്നും ഇവിടെ വെച്ച് എങ്ങനെയാണ് എന്റെ അച്ഛനെ കാണാതായതെന്നും. അപ്പോൾ ഒരാൾ അവനോട് പറയുന്നുണ്ട് ഇത് ദൈവഗണങ്ങൾ കുടിയിരിക്കുന്ന സ്ഥലമാണെന്ന്. ദൈവഗണങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ചില കാര്യങ്ങൾ അവനോട് പറയുന്നു. ആ കൂട്ടത്തിലുള്ള ആൾക്കാർ ആരാധിക്കുന്നതായിരുന്നു ഈ ദൈവഗണങ്ങളെ. ഭൂമിയിൽ മനുഷ്യൻ എപ്പോഴെങ്കിലും തെറ്റുകളും അധർമ്മവും ചെയ്യുന്ന സമയത്ത് അവരെ ശിക്ഷിക്കാനായിട്ടും നേർവഴിക്ക് നടത്താനുമായിട്ടും ദൈവം തന്റെ ഗണങ്ങളെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന പല ഗണങ്ങളും ഈ സ്ഥലത്തുണ്ട്. അങ്ങനെ വന്ന ഒരു ഗണത്തെ ഈ ജനങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ഗണമാണ് പഞ്ചുരുളി. അധർമ്മം ചെയ്യുന്നവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ശക്തി കൂടി അതിന്റെ പിറകെ തന്നെ വന്നു. അതായിരുന്നു ഉഗ്രരൂപിയായ ഗുളികൻ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ഒരു സ്ഥലത്തിന്റെ ദിവ്യനാമം കാന്താര എന്നായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന സംഭവങ്ങളാണ് ഈ ഒരു മൂവിയിലുടനീളം സ്റ്റോറിയായിട്ട് കാണിക്കുന്നത്. അന്ന് ഈ കാടും അവിടെ ഉണ്ടായിരുന്ന നാട്ടുപ്രദേശങ്ങളും എല്ലാം തന്നെ കൈയടക്കി അവിടെ എല്ലാവർക്കും രാജാവായി വാണിരുന്നത് വിജയേന്ദ്ര എന്ന് പറയുന്ന ഇയാളായിരുന്നു. അതേസമയം ഈ പുറംലോകമായിട്ടൊന്നും തന്നെ ഒരു ബന്ധവുമില്ലാതെ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു കാന്താരയിലെ ജനങ്ങൾ. ഒരിക്കൽ ആ കൂട്ടത്തിലെ ഒരു പെൺകുട്ടിക്ക് ദൈവാംശമുള്ള ഒരു കല്ല് കിട്ടി. അതിൽ തൃശൂലത്തിന്റെ ഒരു ചിഹ്നമുണ്ടായിരുന്നു. അവർ ആ കല്ലിനെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. ഒരിക്കൽ അതുവഴി വന്ന വിജേന്ദ്രൻ എന്ന രാജാവ് ഇവരിങ്ങനെ കല്ലിനെ ആരാധിക്കുന്നത് കാണുകയും ഇവരിൽ പലരെയും കൊന്നൊടുക്കുകയും ബാക്കിയുള്ള ആൾക്കാരെ ബന്ദികളാക്കി തന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോയി തടവുകാരാക്കി പാർപ്പിച്ച് അവിടുത്തെ ജോലികൾ എടുപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം തന്നെ മായക്കാരൻ എന്ന് പറയുന്ന ഒരു മുക്കുവൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് സമുദ്രസ്നാനം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇയാളിരുന്ന് ചൂണ്ടയിടുന്ന കാണുകയും ഇയാളെ കൈയോടെ പിടിക്കുകയും ചെയ്യുന്നു. അയാളുടെ കയ്യിൽ നിന്ന് രാജാവിന് ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങൾ കിട്ടി. അതിനെപ്പറ്റി വലിയ അറിവൊന്നും രാജാവിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ അതൊക്കെ മണത്തു നോക്കി രാജാവിന് മനസ്സിലായി ഇതുകൊണ്ട് ഒരുപാട് കാശുണ്ടാക്കാമെന്നും ഇതൊരുപാട് ശേഖരിക്കുകയാണെങ്കിൽ വേറെ പലർക്കും ഇത് വിൽക്കാമെന്നും. ആ മുക്കുവൻ അത് കിട്ടിയത് കാന്താര കാടുകളിൽ നിന്നാണ്. അത് കാരണം രാജാവ് അത് തേടി ആ കാട്ടിലേക്ക് പോകുന്നു. കാന്താരദേശം മാത്രം രാജാവിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയും അത് പിടിച്ചെടുക്കുക എന്നതായിരുന്നു രാജാവിന്റെ ലക്ഷ്യം. തന്റെ മകൻ രാജശേഖരനെയും കൂട്ടിയാണ് വിജയേന്ദ്രൻ ആ കാടിനുള്ളിലേക്ക് പോകുന്നത്. എന്നാൽ ആ കാട്ടിലേക്ക് പ്രവേശിച്ച രാജാവിനെ അവിടുത്തെ ദൈവഗണങ്ങൾ ആക്രമിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഒരു ചെറിയ കിണറുണ്ടായിരുന്നു. ആ കിണറിനടുത്തേക്ക് പോയ രാജാവിനെ എന്തൊക്കെയോ ശക്തികൾ പിടികൂടി. ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു രാജശേഖരൻ. അവിടെ വെച്ച് വിജയേന്ദ്രൻ കൊല്ലപ്പെട്ടു. ആ സമയം കാന്താര ദേശത്തിലെ ജനങ്ങളുടെ ഒരാളുടെ ശരീരത്ത് ദൈവം കയറുകയും അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി അച്ഛന്റെ മരണം കണ്ട് പേടിച്ചോടിയ രാജശേഖരൻ ചെന്നെത്തുന്നത് കടപ്പതിക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കാന്താര ദേശത്തുള്ളവർ ഈശ്വരനെ ആരാധിക്കുന്നവരായിരുന്നെങ്കിൽ ഈ കടപ്പദേശത്തുള്ളവർ ആവാഹനത്തിലൂടെ ശക്തി പ്രാപിക്കുന്നവരായിരുന്നു. മന്ത്രങ്ങളും തന്ത്രങ്ങളും കൊണ്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. രാജശേഖരനെ അവർ ശുശ്രൂഷിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുകയും അവരുടെ സഹായത്തോടുകൂടി രാജശേഖരൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. ബാന്ദ്രാദേശത്തിന്റെ രാജാവായി പിന്നീട് രാജശേഖരൻ വാണു. തന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായ കാന്താര കാടുകളിലേക്ക് ഇവിടെ നിന്ന് ആരും തന്നെ പോകരുതെന്നും രാജശേഖരൻ എല്ലാവരോടും പറയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദൈവത്തിന്റെ ഒരു അംശം അവിടെ ഒരു കുഞ്ഞായി പിറവിയെടുക്കുകയാണ്. കിണറിനുള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാം. ഒരു കടുവ അതിനു ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആൾക്കാര് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പോയി. അവിടെയുള്ളൊരു സ്ത്രീ ആ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തി. അവന് ബർമ്മ എന്ന് പേരിട്ടു. അവനാണ് ഈ മൂവിയിലെ നമ്മുടെ നായകൻ. അതേസമയം രാജശേഖറിന് ഇവിടെ 2 കുട്ടികൾ ജനിച്ചു. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. എന്നാൽ പെൺകുട്ടിക്ക് കാലിനും കൈക്കും സ്വാധീനമില്ലായിരുന്നു. ആകെ തകർന്നുപോയ രാജശേഖരൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ആ സമയത്ത് കടപ്പതിക്കിലെ ആൾക്കാര് രാജാവിനെ സഹായിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് ആ പെൺകുഞ്ഞിനെ കൊടുത്തതും കുറച്ചു കഴിയുമ്പോൾ ആ കുട്ടി കാലും കൈയൊക്കെ അനക്കുന്നതാണ് രാജശേഖരൻ കാണുന്നത്. അതോടുകൂടി തന്റെ കുഞ്ഞിനെ രക്ഷിച്ചതിന് രാജശേഖരൻ അവരോട് ഒരുപാട് നന്ദി പറയുന്നു. ബർമ്മ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പലപ്പോഴും മായക്കാരനെ കാണുകയും അയാളുമായി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. പല വിദ്യകളും അറിയാവുന്ന അയാളെ മറ്റു പലർക്കൊന്നും കാണാൻ സാധിക്കില്ല. ബർമ്മയ്ക്ക് മാത്രമാണ് പലപ്പോഴും അയാളെ കാണാൻ സാധിച്ചിരുന്നത്. കാലം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കാട്ടുവിഭവങ്ങൾ മാത്രം ശേഖരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന കാന്താരദേശത്തെ ആൾക്കാര് കിട്ടുന്നതിൽ ഒരു പങ്ക് അവരുടെ ദൈവത്തിന് കൊടുക്കും. 2ാമത്തെ പങ്ക് അവർക്ക് വേണ്ടി എടുക്കും. 3ാമത്തെ പങ്ക് കാടിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി അവർ വെക്കും. അതേതോ ബ്രഹ്മരക്ഷസ് വന്ന് എടുത്തുകൊണ്ടു പോകുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതല്ല അവരുടെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. രാജശേഖരന്റെ അച്ഛൻ വിജയേന്ദ്രൻ മരിച്ചതും ഈ ബ്രഹ്മരക്ഷസ് കൊന്നിട്ടാണെന്നാണ് പലരും വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ ബാന്ദ്രയിലെയും കാന്താരയിലെയും പുതുതലമുറ ഈ ഒരു രാക്ഷസന്റെ കഥകൾ വിശ്വസിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കാലം കടന്നുപോയി. രാജശേഖരന് വയസ്സായി. അയാൾ തന്റെ മകൻ കുലശേഖരനെ പുതിയ രാജാവായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ കുലശേഖരൻ പലപ്പോഴും മദ്യപിച്ച് ഒരു ഉത്തരവാദിത്വമില്ലാത്ത നടക്കുന്ന മകനായിരുന്നു. അതേസമയം അയാളുടെ മകളായ കനകവതി ഉത്തരവാദിത്വമുള്ള രാജകുമാരിയായിരുന്നു. രാജാവായി മാറിയ കുലശേഖരൻ തന്റെ കൂട്ടുകാരനായ ഭോഗേന്ദ്രനെ പിടിച്ച്
നിയമിച്ച് മന്ത്രിയാക്കി. രാജാവായ സ്ഥിതിക്ക് നമുക്ക് വേട്ടയ്ക്ക് പോകാമെന്ന് ഭോഗേന്ദ്രൻ പറഞ്ഞു കേട്ടിട്ട് കുലശേഖരൻ തന്റെ ആൾക്കാരെയും കൂട്ടി വേട്ടയ്ക്കിറങ്ങി തിരിക്കുന്നു. കാന്താര കാടുകളിലേക്കായിരുന്നു അവർ പോയിരുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഭടന്മാരെല്ലാം പേടിച്ചാണ് ആ ഒരു കാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെയൊക്കെ ഇവർ വേട്ടയാടാൻ തുടങ്ങിയതോടുകൂടി കാന്താര ദേശത്ത് ഒളിച്ചിരുന്ന ജനങ്ങളാകട്ടെ ഇവരെ ആക്രമിക്കുന്നു. ഇവരുടെ ആക്രമണത്തിൽ പേടിച്ച് കുലശേഖരനും ഭോഗേന്ദ്രനും ഒക്കെ അവിടെ നിന്ന് ഓടിപ്പോയി. അവരുടെ ഭടന്മാരിൽ ഒരുപാട് പേർ മരിച്ചു വീണു. അവസാനം കാന്താര ദേശത്തുള്ളവർക്ക് ജീവനോട് കിട്ടിയത് ചെന്നാന്ന് പറയുന്ന ഒരു ഭടനെ മാത്രമാണ്. ബാന്ദ്രാദേശത്തുള്ളവർ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് അവരുടെ നാട്ടിലേക്ക് നമുക്ക് പോകണമെന്ന് ബർമ്മയ്ക്കും കൂട്ടർക്കും തോന്നാൻ തുടങ്ങി. അതിനുവേണ്ടി ചെന്നൈയുടെ സഹായം അവർ തേടുകയും ചെയ്തു. അങ്ങനെ മരിച്ചു വീണ ഭടന്മാരുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചെടുത്ത് ഇവർ ധരിച്ചുകൊണ്ട് ചെന്നൈയുടെ കൂടെ ബാന്ദ്രാദേശത്തേക്ക് എത്തി. പേടിച്ചാണ് ചെന്നൈ അവരെ കൂട്ടിക്കൊണ്ടുപോയത്. ആ സമയം അവിടെ ഒരു ക്ഷേത്രത്തിന്റെ പണി നടക്കുകയായിരുന്നു. സാധാരണ ജനങ്ങളെ അടിമകളാക്കി അവരെ ക്രൂരമായി മർദ്ദിച്ച് ജോലിയെടുപ്പിക്കുന്നതെല്ലാം തന്നെ ബർമ്മ കാണുന്നു. അസഹനീയമായ ആ കാഴ്ച അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അവിടെ സ്ഥാപിക്കാനുള്ള ശിലയ്ക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണം തുടങ്ങുന്നതിനിടയ്ക്ക് ഒരു ചെറിയ കല്ല് തെറിച്ചുപോയി അവിടെ ഉണ്ടായിരുന്ന തേനീച്ചക്കൂട്ടത്തിലേക്ക് പതിക്കുകയാണ്. തേനീച്ചകളെല്ലാം ആൾക്കാരെ കുത്താൻ ആരംഭിച്ചു. യുവറാണിയായ കനകവതിയും ആ സമയം അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം സുപരിചിതമായ ബർമ്മയും കൂട്ടരും ആ തേനീച്ചകളെ ഓടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനിടയ്ക്ക് യുവറാണിയെ രക്ഷിക്കാനും ബർമ്മ മറന്നില്ല. തന്നെ രക്ഷിച്ച ആളോട് യുവറാണി നീ സൈനികനാണെന്ന് ചോദിക്കുമ്പോൾ നിന്നെ രക്ഷിക്കാൻ സൈനികൻ തന്നെ ആവണമോ എന്ന് ചോദിച്ചിട്ട് ബർമ്മ അവിടെ നിന്നും പോയി. അവിടുത്തെ ചെറിയ ചന്തയിൽ ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അതിന് പകരമായിട്ട് മറ്റു സാധനങ്ങൾ അവർക്ക് കിട്ടും. അങ്ങനെ ഇവർ ഇതെല്ലാം കണ്ടു നടക്കുന്നതിനിടയിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട് തങ്ങളുടെ കാടുകളിൽ നിന്നും കിട്ടുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ അവിടെ വിൽക്കാൻ വേണ്ടി വെക്കുന്നത്. അതെല്ലാം തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് അവരിതൊക്കെ പെറുക്കിയെടുക്കാൻ തുടങ്ങി. അത് കണ്ട് യഥാർത്ഥ ഭടന്മാര് വന്ന് ഇവരുമായിട്ട് അടിയുണ്ടാക്കുന്നു. ആ ഒരു അടിക്കിടയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ ബർമ്മയും കൂട്ടരെയും കയ്യോടെ പിടികൂടി രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ കനകവതി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ആരാണ്, ഏത് ദേശത്തിൽ നിന്ന് വന്നവരാണെന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ കാന്താരയിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഞെട്ടിത്തരിക്കുന്നു. അവിടെ നിന്ന് ഇതുവരെയും ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. കാന്താര എന്ന് പറയുന്ന ഒരൊറ്റ പേര് മതിയായിരുന്നു അവരെ തുറങ്കലിലടയ്ക്കാൻ. ക്രൂരമായി അവരെ മർദ്ദിക്കാൻ ആരംഭിച്ചു. അതിനിടയ്ക്ക് രാജേന്ദ്രൻ വന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് അറിയാവുന്നതല്ലേ? എന്നാൽ ബർമ്മ പറയുന്നുണ്ട് നിങ്ങളല്ലേ ആദ്യം ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത്, അതുകൊണ്ടല്ലേ ഞങ്ങളും ഇങ്ങോട്ട് വന്നത്. അത് കേട്ട് രാജശേഖരൻ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. താൻ ചെറുപ്പം മുതലേ കാന്താരദേശത്തേക്ക് പോകരുതെന്ന് കുലശേഖരനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും അവൻ അവിടേക്ക് പോയത് രാജശേഖരന് വിശ്വസിക്കാനേ സാധിച്ചില്ല. അവിടെ ദൈവഗണങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ ഈശ്വരന്റെ പൂന്തോട്ടമെന്നായിരുന്നു അവർ വിശേഷിപ്പിച്ചിരുന്നത്. ഒരിക്കൽ നിങ്ങൾ അവിടെ വന്നിട്ട് കഷ്ടിച്ച് ജീവനോടെ രക്ഷപ്പെട്ടതല്ലേ? ആ സ്ഥലത്തുനിന്ന് വന്ന ഞങ്ങൾക്ക് ഇവിടെ നിന്നും അനായാസമായിട്ട് തിരിച്ചു പോകാൻ പറ്റുമെന്നും ബർമ്മ അവരോട് വെല്ലുവിളിക്കുന്നുണ്ട്. തൽക്കാലം ഇവരെ ആരെയും വെറുതെ വിടാൻ രാജാവിന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അറബികൾക്ക് ഇവരെ അടിമകളായി വിൽക്കാനായിരുന്നു രാജാവിന്റെ തീരുമാനം. അതിനു വേണ്ടിയിട്ട് തുറമുഖത്ത് കച്ചവടം നടത്തുന്ന ബൂബ എന്ന പേരുള്ള ആളെയാണ് അതെല്ലാം ഏൽപ്പിക്കുന്നത്. ബൂബയാകിട്ട് തന്റെ മകൻ പെപ്പയെ അവരുടെ അടുത്തേക്ക് അയക്കുന്നു. പെപ്പ പോയി അവരോട് സംസാരിക്കുന്നുണ്ട്. ഇവരെയെല്ലാം അടിമകളാക്കി വിൽക്കാൻ പോവുകയാണെന്ന് പറയുന്നു. എന്നാൽ അതിനിടയ്ക്കാണ് തങ്ങൾ കന്താര ദേശത്തു നിന്നുള്ളവരാണെന്ന് അവർ പറയുന്നത്. അതോടുകൂടി പെപ്പ പോലും പേടിച്ചുപോയി. ഇവരെ അടച്ചിട്ടിരുന്ന ആ തടവറയിൽ സംഗപ്പ എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കാന്താര ദേശവുമായിട്ട് ബന്ധമുണ്ടായിരുന്നതായിരുന്നു ഈ സംഗപ്പയുടെ കുടുംബത്തിന്. ഈ രാജകൊട്ടാരവും തടവറയെല്ലാം സംഗപ്പ തന്നെയാണ് കെട്ടിക്കൊടുത്തത്. എന്നാൽ ഒരിക്കൽ തോണി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് മഴവെള്ളം പോകാൻ വേണ്ടിയിട്ട് 2 തുള കൂടി ഇട്ടുകൊടുത്തു സംഗപ്പ. അങ്ങനെ തോണി മുങ്ങി സേനാധിപതി മരിച്ചു. അത് കാരണം സംഗപ്പയെ പിടിച്ച് തടവറയിലിട്ടതാണ്. ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ സംഗപ്പയും കൂടെ കൂട്ടാമെന്ന് ഇവർ വിചാരിക്കുന്നു. പതിയെ പെപ്പയുമായിട്ട് ഇവർ ഒരു സൗഹൃദം സ്ഥാപിക്കുകയാണ്. തങ്ങളെ തുറന്നുവിടുകയാണെങ്കിൽ തങ്ങളുടെ കയ്യിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ നിനക്ക് തരാമെന്ന് പറയുന്നു. ഇതിവിടെ വിറ്റിട്ട് നല്ലൊരു ശതമാനം തുക നിനക്ക് നൽകാം. അത് കേട്ടപ്പോ പെപ്പയ്ക്കും അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. അങ്ങനെ പെപ്പയെ മയക്കി കയ്യിലെടുത്ത് അവിടെ നിന്നും അവർ രക്ഷപ്പെട്ടു പോകുന്നു. തങ്ങളുടെ നാട്ടിലെത്തി ഇവിടെ നടക്കുന്ന വ്യാപാരത്തെ പറ്റിയെല്ലാം തന്നെ ജനങ്ങളോട് പറയുന്നു. നമ്മളുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് വേറെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. വ്യാപാരത്തെ പറ്റി ഒന്നും അറിയാത്ത ആ നാട്ടുകാർക്കിടയിലേക്ക് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് ബർമ്മയായിരുന്നു. ബാന്ദ്രയിൽ ചെന്ന് കണ്ട് അവൻ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ചെറിയ രീതിയിൽ കൃഷി ആരംഭിക്കുകയും ഈ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം വിളയിച്ചെടുത്ത് അതെല്ലാം തന്നെ കൊണ്ടുപോയി തുറമുഖത്ത് വിൽക്കാൻ ഇവർ തീരുമാനിക്കുന്നു. കയ്യിൽ കിട്ടിയ കാന്താരദേശത്തെ ആൾക്കാര് രക്ഷപ്പെട്ടു പോയതിന്റെ സങ്കടത്തിലായിരുന്നു പെപ്പയും ബൂബയും. അവരെ അടിമകളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ അറബികളുടെ കയ്യിൽ നിന്ന് ഇവർ കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാശ് എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കാന്താരദേശത്തെ ബർമ്മയും കൂട്ടരും തങ്ങൾ വിളവെടുത്ത സാധനങ്ങളുമായി ഇവരെ കാണാൻ വരുന്നത്. നിങ്ങളുടെ കടം ഞങ്ങൾ വീട്ടുവെന്നും ഇവിടെ ഞങ്ങളെ വ്യാപാരം ചെയ്യാൻ അനുവദിക്കണമെന്നും അവർ പറയുന്നു. അത് കേട്ടപ്പോ അവർ വീണ്ടും ബർമ്മയും കൂട്ടരെയും വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ ബർമ്മയും കൂട്ടരും അവിടെ വ്യാപാരം ആരംഭിച്ചു. ഇത് യുവറാണി അറിയുന്നു. എന്നാൽ കനകവതിക്ക് അവരോട് ദേഷ്യമൊന്നും തന്നെ തോന്നിയില്ല. അവർക്ക് അതിനുള്ള അനുമതി നൽകാൻ വേണ്ടിയിട്ട് അവൾ ഒരു പേപ്പർ തന്നെ റെഡിയാക്കുന്നു. എന്നാൽ ബർമ്മ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ അനുമതി തരികയാണെങ്കിൽ അത് ഔദാര്യം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന്. എന്തൊക്കെയാണെങ്കിലും അവിടെ വ്യാപാരം നടത്തുന്ന ആൾക്കാര് കുറച്ച് നികുതി രാജാവിന് കൊടുക്കണമായിരുന്നു. അതെല്ലാം തന്നെ അനുസരിച്ച് അവർ നല്ല രീതിയിൽ വ്യാപാരം നടത്തി തുടങ്ങുകയാണ് അവിടെ. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിന് വേണ്ടി കൊണ്ടുവന്ന
വന്ന ഒരു കുതിരയെ അവിടെ വെച്ച് ബർമയും കൂട്ടരും കാണുന്നുണ്ട്. അവര് വെറുതെ അതിനെ ഒന്ന് തൊടുന്നു. എന്നാൽ അതിനെ തൊടാൻ പാടില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം കാട്ടുവാസികളായ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ആ കുതിര അശുദ്ധമാകുമെന്നും അത് പിന്നീട് രാജകുടുംബത്തിലെ ആരും തന്നെ ഉപയോഗിക്കില്ല എന്നുമായിരുന്നു എല്ലാവരും പറയുന്നത്. അങ്ങനെ വന്നത് കാരണം ഇനി ഈ കുതിരയെ കൊല്ലണമെന്നൊക്കെ പറയുന്നു. എന്നാൽ ബർമ യുവറാണിയെ നോക്കി പറയുന്നുണ്ട്, അങ്ങനെ നശിപ്പിച്ച് കളയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തൊട്ട പല സാധനങ്ങളും നശിപ്പിച്ച് കളയേണ്ടി വരുമെന്ന്. കനകവതിക്ക് ബർമയോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. പതിയെ പതിയെ അവർ കൂടുതൽ എടുക്കാൻ തുടങ്ങി. ഇത് മറ്റു ജനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എഴുതാനൊന്നും അറിയാതിരുന്ന ബർമയെ കനകവതി എഴുതാൻ പഠിപ്പിച്ചു. തന്റെ തോഴികളെ ഉപയോഗിച്ച് അവന്റെ നഖങ്ങളും മുടിയൊക്കെ വെട്ടി അവനെ കൂടുതൽ സുന്ദരനാക്കി മാറ്റി. യുവറാണി തന്റെ കൂടെ കൂടുതൽ അടുക്കുന്ന കണ്ടിട്ട് ബർമ പറയുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ എന്റെ കൂടെ കാന്താരയിലേക്ക് വരേണ്ടി വരുമെന്ന്. എനിക്ക് നിങ്ങളുടെ ഈശ്വരന്റെ പൂന്തോട്ടം കാണാൻ ആഗ്രഹമുണ്ടെന്ന് കനകവതി പറയുന്നു. എന്നാൽ ഒന്നും മിണ്ടാതെ ബർമ അവിടെ നിന്നും പോയി. സുഗന്ധവ്യഞ്ജനങ്ങൾ വിറ്റ് കിട്ടിയ മറ്റു സാധനങ്ങളുമായിട്ട് തന്റെ ആൾക്കാരുടെ അടുത്തെത്തിയ ബർമ പറയുന്നുണ്ട്, ഇനിയും നമുക്ക് ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങൾ കാട്ടിൽ നിന്നും കണ്ടെത്തി കൊണ്ടുപോയി വിൽക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് അവരൊരു സംഘമായി ചേർന്ന് കാടിനുള്ളിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വരയൻ പുലി ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ബർമ അതിനെ ചെറുത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ അതാകട്ടെ ബർമയുടെ അടുത്തേക്ക് വന്ന് അവന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. ആ സമയത്ത് പുലിയുടെ കണ്ണുകളിൽ ഒരു തീവലയം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതേ വലയം ബർമയുടെ കണ്ണുകളിലും നമുക്ക് കാണാം. കുറച്ചുനേരം അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നിട്ട് അത് ദൂരേക്ക് പോയി. അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് അവരിയ്ക്കുന്നതിന് ബാക്കിലായിട്ട് ദൈവിക ശക്തിയുള്ള ആ ഒരു ചെറിയ കല്ലുണ്ടെന്ന്. ആ വരയും പുലി അവർക്ക് വഴികാട്ടിയായി. ബർമയും കൂട്ടരും അതിന്റെ പിറകെ പോകാൻ തുടങ്ങി. അത് അവരെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഒരു വലിയ കാട്ടിലായിരുന്നു. എന്തൊക്കെയോ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ബർമ തന്റെ കൂട്ടരെ അവിടെ നിർത്തിയ ശേഷം മുന്നോട്ട് പോകാൻ തുടങ്ങി. 2-3 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതും അവന്റെ കയ്യിലുണ്ടായിരുന്ന പന്തം പെട്ടെന്ന് അണഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ സുഹൃത്തുക്കളുടെ സൗണ്ട് മാത്രമേ അവന് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവരെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് എന്തൊക്കെയോ സൗണ്ട് അവന്റെ ചെവിയിൽ കേൾക്കാൻ തുടങ്ങി. ആ സൗണ്ട് താങ്ങാൻ വയ്യാതെ അവൻ തിരിഞ്ഞോടി. എന്നാൽ അവൻ ഓടിയെത്തുന്നതാകട്ടെ തന്റെ സുഹൃത്തുക്കളുടെ മുന്നിലേക്കായിരുന്നില്ല, അവരുടെ പിന്നിലേക്കായിരുന്നു. അതായത് കറങ്ങിത്തിരിഞ്ഞ് അവരുടെ ബാക്കിലുള്ള സ്ഥലത്താണ് അവൻ എത്തിയിരിക്കുന്നത്. ഇത്തവണ അവൻ തന്റെ 2-3 സുഹൃത്തുക്കളെയും കൂട്ടി വീണ്ടും കാടിനുള്ളിലേക്ക് കുറച്ച് സ്റ്റെപ്പ് വെച്ചു. പഴയതുപോലെ തന്നെ സംഭവിച്ചു. തീപ്പന്തം അണഞ്ഞു. സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അവര് തിരിഞ്ഞോടിയതും എത്തുന്നതാകട്ടെ കൂട്ടുകാരുടെ മുന്നിലേക്കല്ല, പിന്നിലേക്കാണ്. ആ കാടിനുള്ളിൽ എന്തോ ശക്തി തങ്ങളെ തടയുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ബർമ നോക്കുമ്പോൾ ഒരു മരത്തിന് മുകളിൽ ഒരു തേവാങ്കിനെ കൊന്ന് ആണിയിൽ തറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതിന്റെ കെട്ടഴിച്ചു വിടുന്നു. അതുപോലെ ഒരുപാട് തേവാങ്കുകൾ ആ കാടിന്റെ പല സൈഡുകളിലും ഉണ്ടായിരുന്നു. അതെല്ലാം താഴേക്ക് വീഴുന്നു. അതൊരു ബന്ധനമായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ അവൻ ആ കാടിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ശക്തിയെ ഇല്ലാതെയാക്കി. ആ ക്രിയകളെല്ലാം അവിടെ ചെയ്തു വെച്ചിരുന്നത് കടപ്പതിക്കിലുള്ള ആൾക്കാരായിരുന്നു. ആഭിചാരവും മന്ത്രവാദവും ചെയ്യുന്ന അവരുടെ ഒരു രീതിയായിരുന്നു അത്. ബർമയും കൂട്ടരും ആ കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടെന്ന്. അവരതെല്ലാം പറിച്ചെടുക്കാൻ ആരംഭിച്ചു. എന്നാൽ അപ്പോഴേക്കും കടപ്പതിക്കിലെ ആൾക്കാർ വന്ന് അവരെ ആക്രമിക്കുന്നു. ബർമയും കൂട്ടരെയും കൈയോടെ പിടികൂടി. അതിന്റെ ഒരു തലവൻ വന്ന് ബർമയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവന് രക്ഷകനായിട്ട് ആ പുലി വീണ്ടും വന്നു. കടപ്പതിക്കിലെ ആൾക്കാരുടെ തലവനെയും കടിച്ചെടുത്തുകൊണ്ട് ആ പുലി ദൂരേക്ക് പോയി. തിരിച്ചു വന്ന ബർമയും കൂട്ടരും തന്റെ സംഘത്തിലെ ആളുകളോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. തങ്ങളായിട്ട് അങ്ങോട്ടേക്ക് പോയതല്ല, ആ പുലി തങ്ങളെ കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് പറയുമ്പോൾ ബർമയുടെ വളർത്തമ്മ അവനോട് പറയുന്നുണ്ട് അത് പുലിദൈവമാണെന്ന്. ഇനിയാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില കാര്യങ്ങൾ അവർ ബർമയോട് പറയുന്നത്. അന്നിവരുടെ പൂർവികർക്ക് ഒരു കല്ല് കിട്ടിയിരുന്നില്ലേ, ആ കല്ലിനെ അവർ ദൈവമായി ആരാധിച്ചിരുന്നല്ലോ. നമ്മൾ ദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നെങ്കിൽ കടപ്പതിക്കിലെ ആൾക്കാര് അതേ ദൈവത്തിനെ നിയന്ത്രണത്തിലാക്കി ശക്തിശാലികളാകുന്നവരായിരുന്നു. ഒരിക്കൽ അവരുടെ നാട്ടിൽ പ്രളയം വന്നതിനെ തുടർന്ന് അവരാകട്ടെ ഇവിടേക്ക് വരികയും ഈശ്വരന്റെ പൂന്തോട്ടത്തില് അവർക്കും താമസിക്കാൻ ഇടം നൽകുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. സഹായം ചോദിച്ചു വന്ന അവരെ കാന്താരയിലെ ജനങ്ങൾ അവിടെ പാർപ്പിച്ചു. പക്ഷെ അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ചിന്തകൾക്കോ അതീതമായ ഒരു ശക്തി ഇവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ കല്ലുകളുടെ ശക്തി മനസ്സിലാക്കിയ കടപ്പതിക്കിലെ ആൾക്കാരാകട്ടെ ആ ഈശ്വര ശക്തിയെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ശക്തിശാലികളാകാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ ആഭിചാര ക്രിയകൾ ആരംഭിച്ചു. അഞ്ജനത്തിൽ ചാലിച്ച തേവാങ്കിന്റെ കണ്ണീരായിരുന്നു അവർ ആ ക്രിയകൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരുപാട് മൃഗങ്ങൾ മരിച്ചു വീഴാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ കാന്താരയിലെ ജനങ്ങളാകട്ടെ അവരെ തടുക്കാൻ ചെല്ലുന്നു. കടപ്പതിക്കിലെ ആൾക്കാര് കാന്താരയിലെ ജനങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ആ സമയം രക്ഷകനായി ആ പുലിദൈവം വന്നു. ആഭിചാര ക്രിയകൾ ചെയ്തുകൊണ്ടിരുന്ന ആളെ കടിച്ചെടുത്തുകൊണ്ട് അത് കാട്ടിലേക്ക് പോയി. ദേവഗണങ്ങളാണ് രക്ഷകനായി ആ പുലിയെ അയക്കുന്നതെന്നാണ് അന്ന് മുതൽ കാന്താരയിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. കടപ്പതിക്കിലെ ആൾക്കാരെ അന്ന് കാന്താരയിലെ ജനങ്ങൾ ഇവിടെ നിന്നും ഓടിച്ചു വിട്ടിരുന്നു. അതിനുശേഷം അവർ കാട് കയറി അവിടെ അവരുടെ ക്രിയകൾ ചെയ്തു തുടങ്ങി. തേവാങ്ങിന്റെ കണ്ണീരുപയോഗിച്ച് ഒരു ദിഗ്ബന്ധനം തന്നെ അവർ ആ കാട്ടിൽ തീർത്തിരുന്നു. ആ പുലിദൈവം ഇന്ന് ബർമയെ വഴികാട്ടിക്കൊണ്ടുപോയി അവനെ കൊണ്ട് തന്നെ ആ ബന്ധനം ഇല്ലാതെയാക്കി. അങ്ങനെ കഥകളെല്ലാം കേട്ടുകഴിഞ്ഞ് ബർമയാകട്ടെ വീണ്ടും തങ്ങളുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ബാന്ദ്രയുടെ തുറമുഖത്തേക്ക് എത്തുന്നു. കുലശേഖരന്റെ മന്ത്രി ഭോഗേന്ദ്രനാകട്ടെ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നു. ഭൂപയും മകൻ പെപ്പയുമാണല്ലോ ബർമയ്ക്കും കൂട്ടർക്കും അവിടെ കച്ചവടം നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്. അതിന്റെ പേരിൽ ഭോഗേന്ദ്രൻ ഭൂപയെ അടിക്കുന്നുണ്ട്. തന്റെ അച്ഛനെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അടിക്കുന്ന കണ്ടിട്ട് പെപ്പയ്ക്ക് സഹിച്ചില്ല. പക്ഷെ ആ സമയം ബർമ വന്ന് അയാളെ തടുക്കുകയും ഭോഗേന്ദ്രനെയും കൂട്ടരെയും അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നു. തടവറയിൽ ഇവരുടെ കൂടി ഉണ്ടായിരുന്ന ഒരു സംഘപ്പയുണ്ടായിരുന്നല്ലോ, ഈ കൊട്ടാരവും തടവറയെല്ലാം തന്നെ പണിഞ്ഞുകൊടുത്ത ആള്. അയാളുടെ സഹായത്തോടു കൂടി തന്നെ തുറമുഖത്തുണ്ടായിരുന്ന
സൈനികരുടെ തോണി മുക്കുകയും ആ തുറമുഖം തന്നെ ബർമയും കൂട്ടരും പിടിച്ചെടുക്കുകയും ചെയ്തു. തുറമുഖം കൈക്കലാക്കുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. നികുതി അടയ്ക്കാതെ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം സ്വതന്ത്രമായിട്ട് അവിടെ കച്ചവടം നടത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതോടെ ഭൂപയും പെപ്പയും ബർമയുടെ കൂടെ കൂടി. ഇതറിഞ്ഞ കുലശേഖരൻ ആകെ ദേഷ്യത്തിലായിരുന്നു. രാജശേഖരനാകട്ടെ കുലശേഖരനോടാണ് ദേഷ്യപ്പെടുന്നത്. നീ രാജാവായി വാണു തുടങ്ങിയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് അയാൾ പറയുന്നു. ഇനി മുതൽ കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്നാണ് രാജശേഖരൻ പറയുന്നത്. എങ്ങനെയെങ്കിലും അവർ പിടിച്ചെടുത്ത തുറമുഖം തിരിച്ചു പിടിക്കാനായിരുന്നു ഇവരുടെ ലക്ഷ്യം. കാന്താരയിലെ ജനങ്ങളെ പോയി കൊന്നൊടുക്കാനായിരുന്നു കുലശേഖരന്റെ മനസ്സിലുള്ള പ്ലാൻ. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്നതിൽ രാജശേഖരന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ രാജശേഖരന്റെ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി അയാളെ 2 ദിവസത്തേക്ക് ഉറങ്ങാൻ വിട്ടിട്ട് കുലശേഖരൻ തന്റെ പടയുമായി കാന്താര ദേശത്തേക്ക് പോകുന്നു. ആ സമയം ബർമയും കൂട്ടരും കാട്ടിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ശേഖരിക്കാൻ പോയിരിക്കുകയായിരുന്നു. കുലശേഖരന്റെ ആൾക്കാർ വന്നിട്ട് കാന്താരയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ തുടങ്ങി. കാട്ടിലുണ്ടായിരുന്ന ബർമയ്ക്കും കൂട്ടർക്കും അവരുടെ വീടുകളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നെന്ന് മനസ്സിലായി. കാരണം അവിടെ നിന്നും ബഹളങ്ങളും വലിയ പാട്ടുകളും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. തങ്ങൾക്ക് ആപത്ത് പറ്റിയപ്പോൾ അവർ ദൈവത്തിനെ വിളിച്ച് പാട്ടുപാടുന്നതായിരുന്നു. ഒടുവിൽ ബർമ അവിടേക്ക് അവരെ രക്ഷിക്കാനെത്തി. അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് കുലശേഖരന്റെ ആൾക്കാർ അവന്റെ വളർത്തമ്മയെ കൊല്ലുന്നത്. ആ കാഴ്ച കണ്ട് ദേഷ്യത്തിൽ ഓടി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കിണറിന്റെ മുകളിലൂടെ അവൻ ചാടുന്നു. ആ സമയം അവന്റെ ശരീരത്തിലേക്ക് ദൈവഗണം കയറുകയാണ്. അവർ ആരാധിക്കുന്ന ഗുളികനായിരുന്നു അവന്റെ ശരീരത്തിൽ കയറിയത്. പിന്നെ അവന്റെ ഒരു താണ്ഡവം തന്നെയാണ് അവിടെ നടന്നത്. കുലശേഖരന്റെ ആൾക്കാരെ എല്ലാം തന്നെ ദൈവഗണം ഉള്ളിൽ കയറിയ ബർമ അടിച്ചു വീഴ്ത്താൻ തുടങ്ങി. ഒടുവിൽ കുലശേഖരനെയും അവൻ കൊന്നു. ദൈവഗണം കയറി സ്വബോധം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവനെ ശാന്തനാക്കുന്നത് മായക്കാരന്റെ ശക്തിയായിരുന്നു. അവന് മാത്രം കാണാൻ സാധിക്കുന്ന ആ മായക്കാരൻ. പിറ്റേന്ന് രാവിലെ സ്വബോധം വീണ്ടെടുത്ത അവനാകട്ടെ തന്റെ ഗ്രാമവാസികളുടെ അവസ്ഥ കണ്ട് ആകെ തകർന്നുപോയി. തങ്ങളുടെ കൂട്ടത്തില് ഒരുപാട് പേർ മരിച്ചു വീണിരിക്കുന്നു. വീടുകളെല്ലാം തകർന്നിരിക്കുന്നു. അതേസമയം കുലശേഖരന്റെ ഭടന്മാർ അയാളുടെ മൃതദേഹവുമായി രാജകൊട്ടാരത്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ മരണത്തിൽ എല്ലാവരും ദുഃഖിതരായിരുന്നു. 2 ദിവസമായിട്ട് മയങ്ങിക്കിടന്ന രാജശേഖരൻ ഉണരുമ്പോൾ അറിയുന്നതാകട്ടെ തന്റെ മകന്റെ മരണവാർത്തയും. രോഷാകുലനായ അയാൾ വന്ന് ആ ചിതയ്ക്ക് തീ കൊളുത്തി. കാന്താരദേശത്തെ ആൾക്കാര് പൂർവ്വസ്ഥിതിയിലേക്ക് വളരെ കഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പതിയെ അവർ വീടുകളൊക്കെ വീണ്ടും നന്നാക്കി എടുക്കാൻ തുടങ്ങി. അതേസമയം ബാന്ദ്രാദേശത്ത് അമ്പലം പണിയെല്ലാം പൂർത്തീകരിച്ച ശേഷം അതിനുള്ള ശിലയുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാനുള്ള ദിവസമെത്തി. വെള്ളത്തിൽ മുക്കിയിട്ടിരുന്ന ശിവലിംഗം പുറത്തേക്കെടുക്കുമ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു. അതിൽ വിള്ളല് വീണിരിക്കുന്നു. ദൈവപ്രശ്നം വെച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ഈശ്വരഗണങ്ങളെ അപമാനിച്ചതുകൊണ്ടാണ് ദൈവം അവർ പ്രതിഷ്ഠിക്കുന്നിടത്ത് ഇരിക്കാൻ ആഗ്രഹിക്കാത്തതെന്ന്. അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്യണം. പരിഹാരമായി ഗുരുക്കൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ടത് കാന്താരദേശത്തെ ജനങ്ങൾ ആരാധിക്കുന്ന ദൈവഗണങ്ങളുടെ ആ കല്ല് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക എന്നായിരുന്നു. അതിനുവേണ്ടിയിട്ട് കനകവതിയാണ് കാന്താരദേശത്തേക്ക് പോയി അവരോട് സംസാരിക്കുന്നത്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഭടന്മാരെയെല്ലാം തന്നെ ബർമയും കൂട്ടരും കൊന്നു. എന്നാൽ കനകവതി ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവളെ ഉപദ്രവിച്ചില്ല. അവൾ മുട്ടുകുത്തിയിരുന്ന് അവരോട് മാപ്പ് പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണണമെങ്കിൽ നിങ്ങളുടെ ദൈവത്തെ ഞങ്ങളുടെ അമ്പലത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കണമെന്ന്, പരസ്പരം എല്ലാ തെറ്റുകളും പൊറുക്കണമെന്നും. എന്നാൽ അതിന് താല്പര്യമില്ല എന്ന് ബർമ പറയുന്നുണ്ട്. നിന്റെ തീരുമാനമല്ല, നിന്റെ ദൈവത്തിന്റെ തീരുമാനമാണ് തനിക്കറിയേണ്ടതെന്ന് കനകവതി പറയുമ്പോൾ ബർമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. അവർ അവരുടെ ദൈവത്തിന്റെ അടുത്ത് വന്ന് പൂജകൾ നടത്താൻ തുടങ്ങി. ഒരാളുടെ ശരീരത്തിൽ ആ ദൈവം കയറുന്നു. ഇവിടെ നിന്നും അവിടേക്ക് പോകുന്നതിൽ ആ ദൈവഗണങ്ങൾക്ക് എതിർപ്പുകളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയതോടുകൂടി കാന്താരയിലെ ജനങ്ങൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കട്ടെ എന്ന് കരുതിയിട്ട് അവരുടെ ദൈവഗണങ്ങൾ അടങ്ങിയ ആ കല്ലിനെ ബാന്ദ്രാദേശത്തേക്ക് കൊണ്ടുപോകുന്നു. കാന്താരയിലെ ജനങ്ങളും ബാന്ദ്രയിലെ ജനങ്ങളും ഒരുമിച്ച് വലിയ ആഘോഷമാക്കി തന്നെയാണ് ആ ശിലകളുടെ പ്രതിഷ്ഠാകർമ്മം അവിടെ നടത്തുന്നത്. അതിനുശേഷം രാജസദസ്സിലേക്ക് വന്ന ബർമയെ അവർ പൂമാല അണിയിക്കുകയും അവന് വേണ്ടിയിട്ട് ചെറിയൊരു ശിവലിംഗം കൊടുക്കുകയും ചെയ്യുന്നു. തനിക്കിതിൽ തൊടാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നിനക്കതിൽ തൊടാമെന്ന് അവർ പറയുന്നു. തങ്ങൾ പറഞ്ഞ പ്രകാരം ആ കല്ലുകൾ തങ്ങൾക്ക് തന്നതിൽ അവർ ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. നല്ല മനസ്സോടുകൂടി കാന്താരയിലെ ജനങ്ങളോട് എന്ത് ചോദിച്ചാലും തങ്ങൾ മനസ്സോട് തന്നെ അതെല്ലാം നൽകുമെന്ന് അവൻ പറയുമ്പോൾ രാജശേഖരൻ ഒരു കാര്യം കൂടി അവനോട് ചോദിക്കുന്നു. അവർ പിടിച്ചെടുത്ത ആ തുറമുഖം, എന്നാൽ തങ്ങളത് പിടിച്ചെടുക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നും നികുതി അടയ്ക്കാതെ എല്ലാ ജനങ്ങൾക്ക് സ്വതന്ത്രമായി വ്യാപാരം നടത്താൻ അവിടെ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ തന്നെ വെച്ചുകൊള്ളാനുമാണ് ബർമ പറയുന്നത്. അങ്ങനെ അവൻ ആ തുറമുഖം രാജശേഖരന് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് ഇവർ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം സ്വതന്ത്രമാക്കണം. രാജശേഖരനും അത് ശരിവെച്ചു. അതോടുകൂടി അവിടെ അടിമകളായി പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെയും കൂട്ടി സന്തോഷത്തോടുകൂടി ബർമ തങ്ങളുടെ കാന്താര ദേശത്തേക്ക് പോയി. അന്ന് രാത്രി ഉറങ്ങിക്കിടന്ന രാജശേഖരന്റെ സ്വപ്നത്തില് മായക്കാരൻ വരുന്നു. ഭക്തിയുടെ പേരിൽ അധർമ്മം ചെയ്യാൻ നിനക്ക് ദൈവം വേണമല്ലേ എന്ന് അയാൾ വന്ന് ചോദിക്കുന്നുണ്ട്. അയാളുടെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന രാജശേഖരൻ പെട്ടെന്ന് ഞെട്ടിയുണരുന്നു. കണ്ടത് സ്വപ്നമാണെന്ന് അയാൾക്കറിയാം. അയാൾ ഇവിടെ സ്വപ്നം കാണുമ്പോൾ അതുപോലെ മറ്റൊരു സ്വപ്നം ബർമയും കാണുന്നുണ്ടായിരുന്നു. അവന്റെ അമ്മ അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, ഈശ്വരന്റെ പൂന്തോട്ടം ചോദിച്ചു വരുന്ന ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന്. അവൻ സ്വപ്നത്തിൽ വീണ്ടും കടപ്പതിക്കലെ ആൾക്കാരെയും അവർ ചെയ്യുന്ന ആഭിചാര ക്രിയകളും കാണുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഞെട്ടിയുണർന്ന അവൻ അറിയുന്നത് അവന്റെ കന്താരദേശത്തെ കുട്ടികളെയെല്ലാം തന്നെ മാരകമായ രോഗം ബാധിച്ചിരിക്കുന്നതാണ്. അവർ കുറെ പൂക്കൾ കയ്യിലെടുത്ത് തങ്ങളുടെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ
ആരംഭിച്ചു. പക്ഷേ ആ പൂക്കളെല്ലാം കരിഞ്ഞുപോയി. അവരുടെ ദൈവത്തെ പോലും അവരുടെ ദൈവഗണങ്ങളെയെല്ലാം ചുറ്റി എന്തൊക്കെയോ ബന്ധനങ്ങൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. വർഷങ്ങൾക്ക് മുമ്പ് കടപ്പതിക്കിലെ ആൾക്കാര് എങ്ങനെയാണോ ആഭിചാരക്രിയകൾ ചെയ്തപ്പോൾ മൃഗങ്ങൾ മരിച്ചു വീണത്, അതുപോലെ അവിടെ കുരങ്ങുകൾ വീഴാൻ തുടങ്ങി. അതോടെ വരാൻ പോകുന്ന അപകടം അവർക്ക് മനസ്സിലായി. ബർമയുടെ മനസ്സിലൂടെ താൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ കടന്നു പോകുന്നു. ഈശ്വരന്റെ പൂന്തോട്ടം തേടി വരുന്നവരെ വിശ്വസിക്കാൻ പാടില്ല എന്ന്. ആദ്യം തേടി വന്നത് വിജയേന്ദ്രനും അയാളുടെ മകൻ രാജശേഖരനുമായിരുന്നു. അവർ മരിച്ചു. പിന്നീട് വന്നത് കുലശേഖരൻ. അയാളെയും ബർമ കൊന്നു. കടപ്പതിക്കിലെ ആൾക്കാരും അത് തേടി വന്നു. പിന്നീട് അവനോട് ഈശ്വരന്റെ പൂന്തോട്ടത്തിലേക്ക് വരണമെന്ന് പറഞ്ഞത് കനകവതിയായിരുന്നു. ഈ ചതിക്ക് പിന്നിൽ അവളാണെന്ന് ബർമയ്ക്ക് മനസ്സിലായി. ഇനിയാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കൈക്കും കാലിനും സ്വാധീനമില്ലാതെ രാജശേഖരന്റെ മകളായി കനകവതി ജനിക്കുമ്പോൾ അവളുടെ ശരീരത്തിന് ചലനശേഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടപ്പതിക്കിലെ ആൾക്കാരിൽ ഒരാളുടെ കയ്യിലാണ് രാജശേഖരൻ തന്റെ കുഞ്ഞിനെ കൊടുത്തത്. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ കനകവതിക്ക് മുലയൂട്ടി. അങ്ങനെയാണ് അവളുടെ ശരീരത്തിന് ചലനശേഷി വന്നത്. കനകവതിയുടെ ശരീരത്തിൽ ബാന്ദ്രയിലെ രക്തവും കടപ്പതിക്കിലെ ആൾക്കാരുടെ മുലപ്പാലുമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ബർമയോട് സ്നേഹം അഭിനയിക്കുകയായിരുന്നു. തങ്ങൾ തൊട്ട സാധനങ്ങളെല്ലാം കൊന്നു കളയേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവൾ ബർമയുടെ മുന്നിൽ വെച്ചിട്ട് അവൻ തൊട്ട് ആ കുതിരയെ തൊട്ട് തലോടിയെങ്കിലും അവൻ പോയ ശേഷം ആ കുതിരയെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. കുലശേഖരന്റെ മരണശേഷം അവൾ രാജാവായി ആ സിംഹാസനത്തിൽ ഇരിക്കാൻ തുടങ്ങി. രാജശേഖരൻ അവളോട് പറയുന്നുണ്ടായിരുന്നു, കാന്താര നമ്മുടേതായി മാറണമെന്നും അവർ ആരാധിക്കുന്ന ആ ദൈവിക കല്ലുകൾ നമ്മുടെ ചവിട്ടുപടികളാകണമെന്നും. കാന്താര ദേശത്തെ പൂർണ്ണമായിട്ടും തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ കടപ്പതിക്കിലെ ആൾക്കാരുടെ സഹായമാണ് കനകവതി തേടിയത്. ഇതിനു മുൻപ് അവൾ ബർമയെ കൂടുതൽ സുന്ദരനാക്കാൻ വേണ്ടിയിട്ട് അവന്റെ മുടി വെട്ടുകയും നഖം വെട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതെല്ലാം തന്നെ അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കടപ്പതിക്കിലെ ആൾക്കാരുടെ കയ്യിൽ ആഭിചാര ക്രിയകൾക്ക് വേണ്ടിയിട്ട് അവന്റെ നഖവും മുടിയും അവർ കൊടുക്കുന്നു. ദൈവഗണങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ ചെറുത്തു നിൽക്കാൻ 3 തലമുറകളുടെ ശക്തി കനകവതിക്ക് ആവശ്യമുണ്ടായിരുന്നു. കടപ്പതിക്കിലെ ആൾക്കാരുടെ സഹായത്തോടുകൂടി തന്റെ അച്ഛൻ രാജശേഖരന്റെ ശരീരത്തിലേക്ക് അവളുടെ മുത്തച്ഛൻ വിജയേന്ദ്രന്റെ ആത്മാവിനെ കൊണ്ടുവരികയായിരുന്നു അവളുടെ ലക്ഷ്യം. അതേസമയം തങ്ങളെ ചതിച്ച ബാന്ദ്രയിലെ രാജാവിനെ രാജകുമാരിയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് കാന്താരയിലെ ജനങ്ങൾ ബർമയുടെ നേതൃത്വത്തോടുകൂടി അവിടേക്ക് എത്തുന്നു. യുദ്ധം ആരംഭിച്ചു. ബർമയും കൂട്ടരും നല്ലപോലെ ചെറുത്തു നിൽക്കുകയായിരുന്നു. കോട്ടകൾ നിർമ്മിച്ച സംഗപ്പയ്ക്ക് അറിയാമായിരുന്നു അതെങ്ങനെ തകർക്കണമെന്ന്. അയാളുടെ സഹായത്തോടുകൂടി കാന്താരയിലെ ജനങ്ങൾ ആ കോട്ട തകർത്ത് ഉള്ളിലേക്ക് കയറി. ഈ വിവരം അവിടുത്തെ ഭടന്മാർ വന്ന് ആഭിചാരക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കനകവതിയോടും രാജശേഖരനോടും പറയുന്നു. സൂര്യാസ്തമയം വരെ അവരെ ചെറുത്തു നിൽക്കാനായിരുന്നു കനകവതി ആവശ്യപ്പെട്ടത്. ആഭിചാരക്രിയകൾ പൂർത്തിയായി. ബർമയെ ചെറുത്തു നിൽക്കാനുള്ള ശക്തിയെല്ലാം തന്നെ രാജശേഖരന്റെയും കനകവതിയുടെയും ശരീരത്തിലുണ്ടപ്പോൾ രാജശേഖരന്റെ ശരീരത്തിലേക്ക് വിജയേന്ദ്രന്റെ ആത്മാവ് കൂടി വന്നു. 3 പേരും ഒരുമിച്ച് നിന്നാൽ അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഇവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അവർ യുദ്ധഭൂമിയിലേക്ക് വരികയും ബർമയും കൂട്ടരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ബർമയ്ക്ക് അവരുടെ മുന്നിൽ തന്റെ ശക്തി കുറഞ്ഞു പോകുന്നതായി തോന്നുന്നു. കാൽതെറ്റി വീണ ബർമയെ സഹായിക്കാനായിട്ട് മായക്കാരൻ അവിടേക്ക് വരുന്നു. നിന്റെ ജന്മരഹസ്യം മനസ്സിലാക്കാൻ ഇതാണ് ഏറ്റവും ഉചിതമായ സമയമെന്നും അതിനായി നീ പോകണമെന്നും മായക്കാരൻ അവനോട് പറയുകയാണ്. ആ കിണറിലേക്ക് ചെല്ലാനായിരുന്നു അവനോട് അയാൾ ആവശ്യപ്പെട്ടത്. ഗംഗ അവന് വഴികാട്ടിയാകുമെന്നും പറഞ്ഞു. രാജശേഖരനെയും കനകാവതിയെയും കാന്താരയിലെ ആൾക്കാർ ചേർത്തു നിൽക്കുകയായിരുന്നു. ആ നേരം കൊണ്ട് മായക്കാരൻ പറഞ്ഞ പ്രകാരം അവനാകട്ടെ ആ കിണറിനുള്ളിലേക്ക് പോകുന്നു. അവിടേക്ക് വീണ അവന്റെ അടുത്തേക്ക് ഗംഗാ നദി ഒഴുകിയെത്തുകയാണ്. ആ ചെറിയ നദിയെ പിന്തുടർന്ന് അവൻ ചെല്ലുമ്പോൾ ഒരു വലിയ ഗുഹയ്ക്കുള്ളിലാണ് അവൻ എത്തുന്നത്. അവിടെ ആരോ ഉള്ളതായിട്ട് അവന് തോന്നി. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ വിഭൂതിയൊക്കെ അണിഞ്ഞിരുന്ന ഒരു വലിയ മൃഗത്തെ പോലെ തോന്നിക്കുന്ന രൂപം അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു ശിവലിംഗവും. അതിനെ സംരക്ഷിച്ചുകൊണ്ടാണ് ശിവന്റെ കൂടെയുള്ള നന്ദിയെ പോലെ അതുണ്ടായിരുന്നത്. അതിവനെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ അവൻ ചെറുത്തു നിൽക്കുന്നുണ്ട്. ചെറുത്തുനിൽപ്പിനിടയിൽ ആ ശിവവിഗ്രഹത്തിന്റെ അടുത്തുള്ള ശൂലത്തിൽ അവൻ കയറി പിടിക്കുകയും അവന്റെ കണ്ണുകൾ തിളക്കമാർന്നതാവുകയും ചെയ്യുന്നു. ആ നിമിഷം ആ മൃഗം മനസ്സിലാക്കി ബർമയുടെ ശരീരത്തിൽ ദൈവിക ശക്തി വന്നിരിക്കുന്നുവെന്ന്. ബർമയുടെ മുന്നിൽ അത് കൈകൂപ്പി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് യുദ്ധഭൂമിയിലേക്ക് ഒരു വലിയ തീഗോളം പ്രത്യക്ഷപ്പെടുന്നതും അതിൽ കണ്ട രൂപത്തെ നോക്കി കാന്താരയിലെ ജനങ്ങൾ കൈകൂപ്പി നിൽക്കുന്നതുമാണ്. പെട്ടെന്ന് ആ തീഗോളത്തിൽ നിന്നും ബർമയും ആ പുലിദൈവവും പുറത്തേക്ക് ചാടി. ഇത്തവണ അവന്റെ ശരീരത്തിൽ കയറിയിരുന്നത് പഞ്ചുരുളി ഗണമായിരുന്നു. ആ ഗണത്തിന്റെ ശക്തിക്ക് മുന്നിൽ ആർക്കും ചെറുത്തു നിൽക്കാൻ പറ്റുന്നില്ല. അത് കടപ്പതിക്കിന്റെ തലവനെ കൊന്നു. ആ ജഡവും എടുത്തുകൊണ്ട് പുലിദൈവം അവിടെ നിന്നും പോയി. പിന്നീട് ആ ശക്തിയുടെ സഹായത്തോടുകൂടി ബർമ രാജശേഖരനെ കൊല്ലാൻ തുനിയുമ്പോൾ അയാളുടെ മുന്നിലായിട്ട് കനകവതി കയറി നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ദേഹമാസകലം കരിയും പൂശി തൃശൂലവും പിടിച്ച് നിന്നു കഴിഞ്ഞാൽ നീ ഈശ്വരന്റെ ഗണമൊന്നും ആകില്ല എന്ന്. നിന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഞാനല്ലേ, ഞാനാണ് സൃഷ്ടിയുടെ ഉറവിടം, സ്ത്രീ. എന്നാൽ ഇത് കേട്ടുകൊണ്ട് ബർമയുടെ ഉള്ളിലെ ദൈവഗണം പറയുന്നുണ്ട്, സ്ത്രീയായ നിന്നെ കൊല്ലാൻ എന്റെ സഹോദരിയായ ചാമുണ്ഡി തന്നെ വരുമെന്ന്. ആ നിമിഷം അവന്റെ ശരീരത്തിലേക്ക് ചാമുണ്ഡി ദേവി കയറുകയാണ്. ഒരു സ്ത്രീയെ പോലെ വസ്ത്രമണിഞ്ഞ് ബർമയുടെ ശരീരത്തിലൂടെ ആ ദൈവിക ശക്തി കനകവതിയെ കൊല്ലുന്നു. അതിനുശേഷം നിഷ്പ്രയാസം ആ ശക്തി രാജശേഖരനെയും കൊല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് തങ്ങളുടെ കന്താര ദേശത്ത് ആ ഒരു കിണറിന് സമീപത്ത് കോലം കെട്ടിയാടുന്ന ബർമയാണ്. എല്ലാ ആൾക്കാരുടെയും കൈ പിടിച്ച് നെഞ്ചിലേക്ക് വച്ച ശേഷം ബർമ പെട്ടെന്ന് ആ കിണറിലേക്ക് എടുത്ത് ചാടുന്നു. കഥ പ്രസന്റിലേക്ക് വരികയാണ്. ശിവയോട് ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ചോദിച്ചു
ചോദിക്കുന്നുണ്ട് ഇവിടെയായിരുന്നു ആ കിണറെങ്കിൽ ഇപ്പോൾ അത് എവിടെ പോയി എന്ന്. ആ കിണർ ഇവിടെ നിന്നും മാഞ്ഞു പോയതിന്റെ പിന്നിൽ മറ്റൊരു ചരിത്ര സംഭവം ഉണ്ടെന്ന് അവർ പറയുന്നു. ആ ഒരു കഥ വീണ്ടും അടുത്ത പാർട്ടായിട്ട് വരുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.